ആശങ്കയേറ്റി സംസ്ഥാനത്ത് അത്യുഷ്ണം തുടരുകയാണ്. പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് കടന്ന റെക്കോർഡ് ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനിലയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. KSEBിക്ക് ആശ്വാസമായി വൈദ്യുതി ഉപഭോഗത്തിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. അതേസമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സുനിഷ അയ്യല്ലൂർ ചേരുന്നു. സുനിഷ, പാലക്കാടുള്ളവർക്കൊക്കെ സഹിക്കാൻ കഴിയുന്നതിനപ്പുറവും ചൂടാണ്. സംസ്ഥാനത്തെ മൊത്തം കാലാവസ്ഥയിൽ ഒരു മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എപ്പോഴായിരിക്കും എന്നുള്ള അറിയിപ്പാണ് നിലവിലുള്ളത്? റോഷ്നി, വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചൂട് ക്രമാതീതമായി ഉയരുകയാണ് സംസ്ഥാനത്തെ എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇടുക്കി, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മാത്രം കണക്ക് നോക്കുകയാണെങ്കിൽ പാലക്കാടടക്കം ഉയർന്ന ചൂടിലേക്ക്, റെക്കോർഡ് ചൂടിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ വർഷത്തെ ഔദ്യോഗിക കണക്ക് പ്രകാരം നോക്കിയാൽ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ചൂട് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് പാലക്കാടാണ്. 41 ഡിഗ്രി കടന്നിരിക്കുന്നു പാലക്കാടുള്ള ചൂട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് കൊല്ലം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലുമാണ്, അതും 40ഓടടുത്തിരിക്കുന്നു ചൂട് എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുള്ള സാധ്യത നിലവിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിലും ചൂട് ഉയരുമെന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. ഉഷ്ണതരംഗ സാധ്യത അടക്കമുള്ളതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണം എന്നുള്ളത് ഒരു വശത്ത് നൽകുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായ ആരോഗ്യ വകുപ്പായാലും ദുരന്ത നിവാരണ അതോറിറ്റി ആയാലും അത്തരത്തിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ ഒരു ഭാഗത്ത് നൽകുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ റോഷ്നി പറഞ്ഞതുപോലെ വരും ദിവസങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യത, ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത, ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല മേഖലകളിലും ഇത്തരത്തിൽ മഴ ലഭിച്ചിരുന്നു. അതേറെ ആശ്വാസകരമാവുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വേനൽ മഴ ലഭിക്കാനുള്ളൊരു സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പറയുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വൈദ്യുതി കണക്കും നേരത്തെ എല്ലാം വൈദ്യുതി റെക്കോർഡ് കടന്നുകൊണ്ടായിരുന്നു വൈദ്യുതി ഉപഭോഗം ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി വേനൽ മഴ ചിലയിടങ്ങളിൽ ലഭിച്ചത് അത് വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് KSEBിയുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ കുറച്ച് ആശ്വാസം ഈ 2-3 ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം വരും ദിവസങ്ങളിലും ഇങ്ങനെ 41 ഡിഗ്രിയും 40 ഡിഗ്രി സെൽഷ്യസിനും മുകളിൽ ചൂട് ഉയരുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കുമെന്നുള്ളതാണ് മറ്റൊരു വശം. ഏതായാലും ചൂട് കൂടുകയാണ്. മഴയ്ക്കുള്ള മുന്നറിയിപ്പ് പറയുന്നുണ്ടെങ്കിൽ പോലും ചൂടിന് ശമനമില്ല. സുനിഷ അയ്യല്ലൂരാണ് വിശദാംശങ്ങൾ.